Dear students, today we are going to study a funeral poem written by James Shirley. James Shirley was a 17th century poet and playwright. The title of the poem is Death the Leveler. The poem explains the power of death against everyone. The speaker makes it clear death will come for everyone, regardless of any social status. We must return to the dust from which we all came. At the end, the poet says that the noble actions of a person survive even after his death. Death can destroy everything, but it becomes powerless before the noble actions of a person. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ജെയിംസ് ഷേർലി എഴുതിയ ഒരു വിലാപ കവിതയാണ് പഠിക്കാൻ പോകുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് കവിയും നാടകകൃത്തുമായിരുന്നു ജെയിംസ് ഷേർലി. കവിതയുടെ പേര് ഡെത്ത് ദ ലെവലർ എന്നാണ്. എല്ലാത്തിനെയും നിരപ്പാക്കുന്ന, എല്ലാവരെയും കീഴടക്കുന്ന മരണത്തിൻ്റെ ശക്തിയാണ് കവി വിശദീകരിക്കുന്നത്. ഏതെങ്കിലും സാമൂഹിക പദവിയോ തൊഴിലോ ഒന്നും പരിഗണിക്കാതെ മരണം എല്ലാവരെയും കീഴടക്കുമെന്ന് കവി ഇവിടെ വ്യക്തമാക്കുന്നു. നാം എല്ലാവരും നമ്മൾ വന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങണം. എന്നാൽ ഒരു വ്യക്തി ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ ആ വ്യക്തിയുടെ മരണശേഷവും നിലനിൽക്കുന്നുവെന്ന് കവി പറയുന്നു. മരണത്തിന് എല്ലാം നശിപ്പിക്കുവാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തി ചെയ്ത നല്ല പ്രവൃത്തികൾ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് എന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. മനോഹരമായ ഈ വിലാപകാവ്യം എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കണം. ഈ കവിതയിൽ നിങ്ങൾക്കായി ഒരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് അവസാന ഭാഗത്താണ്. ഇപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. Deeds speak louder than words. Good deeds will be remembered forever. Here is a poem which tells us about the glory of deeds. Read on. Deeds speak louder than words. പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. Good deeds will be remembered forever. സൽക്കർമ്മങ്ങൾ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും. Here is a poem which tells us about the glory of deeds. Read on. ഇതാ പ്രവൃത്തികളുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിത. വായിക്കുക. Death the leveler. മരണം എല്ലാം നിരപ്പാക്കുന്നവൻ, അല്ലെങ്കിൽ തുല്യത വരുത്തുന്നവൻ എന്നൊക്കെയാണ് ഈ തലക്കെട്ടിൻ്റെ അർത്ഥം. Death the leveler, James Shirley. The glories of our blood and state are shadows, not substantial things. The poet thinks that the glories of our blood and state are shadows because they are not substantial or concrete things. They don't last. നമ്മുടെ മഹത്തായ രക്തബന്ധങ്ങൾ, വലിയ പാരമ്പര്യങ്ങൾ എന്നീ അവസ്ഥകൾ വെറും നിഴലുകൾ മാത്രമാണെന്നും അവ എന്നും നിലനിൽക്കില്ലെന്നും ഉറപ്പായ കാര്യങ്ങളല്ലെന്നും കവി പറയുന്നു. ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രക്തബന്ധങ്ങൾ, വലിയ പാരമ്പര്യങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സബ്സ്റ്റൻഷ്യൽ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന കാര്യങ്ങൾ. There is no armor against fate. The poet says that there is no armor against fate because death comes to everyone. Nobody can resist it. No armor will protect you against death. വിധിക്കെതിരെ ഒരു കവചവുമില്ല. മരണത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ പക്കൽ ആയുധങ്ങളൊന്നുമില്ലെന്ന് കവി പറയുന്നു. Death lays his icy hand on kings. മരണം അതിൻ്റെ തണുത്ത കൈകൾ രാജാക്കന്മാരുടെ മേലെ പോലും വയ്ക്കുന്നു. Scepter and crown must tumble down. ചെങ്കോലും കിരീടവും താഴേക്ക് വീഴുക തന്നെ ചെയ്യും. ഒരിക്കലും അധികാരങ്ങളും അധികാര ചിഹ്നങ്ങളും ശാശ്വതമല്ല എന്ന് കവി പറയുന്നു. Scepter and crown എന്ന് പറഞ്ഞാൽ ചെങ്കോലും കിരീടവും. ടംബിൾ, ഫോൾ ഡൗൺ, നിലം പതിക്കുക. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പുവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പേഡ്. അവസാനം നമ്മൾ എല്ലാവരും പൊടിയിൽ തുല്യമാകുക തന്നെ ചെയ്യും. എല്ലാവരുടെയും അവസാനം ഒന്ന് തന്നെ. എല്ലാവരും മരിച്ചു മണ്ണിനോട് ചേരും എന്ന് കവി പറയുന്നു. വിത്ത് ദ പുവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പേഡ്. അരിവാളും കൈക്കോട്ടും ഉപയോഗിക്കുന്ന പാവങ്ങളോടൊപ്പം എല്ലാവരും ഒരുപോലെയാകും. സൈത്ത് ആൻഡ് സ്പേഡ്, അരിവാളും കൈക്കോട്ടും. ക്രൂക്കഡ് സൈത്ത് എന്നിവിടെ പറയുന്നത് വളഞ്ഞ അരിവാൾ എന്നാണ്. Some men with swords may reap the field and plant fresh laurels where they kill. വാളുകളും കയ്യിലേന്തി ചില ആളുകൾ പ്രദേശങ്ങൾ കീഴടക്കും. അവർ കൊല്ലുന്നിടത്ത് പുതിയ കിരീടങ്ങൾ അവർ ചൂടും. ലോറൽസ്, കിരീടങ്ങൾ. But their strong nerves at last must yield. എന്നാൽ അവരുടെ ആർക്കും കീഴടക്കാൻ പറ്റാത്ത ശക്തമായ ഞരമ്പുകൾ ഒടുവിൽ കീഴടങ്ങിയേ പറ്റൂ. ആരുടെയും മുൻപിൽ തോക്കാത്ത ശക്തരായ ആളുകൾ എന്നാണ് ഇവിടെ കവി സ്ട്രോങ് നെർവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീപ് ദ ഫീൽഡ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുക എന്നാണ് അർത്ഥം. They tame but one another still. അവർ ഇപ്പോഴും പരസ്പരം കൊല്ലുകയും മെരുക്കുകയും ചെയ്യുന്നു.
പക്ഷേ മരണത്തെ മെരുക്കാനോ തോൽപ്പിക്കാനോ അവർക്കാവില്ല. ഏർലി ഓർ ലേറ്റ് ദേ സ്റ്റോപ്പ് ടു ഫെയ്റ്റ്. വളരെ നേരത്തെയോ അല്ലെങ്കിൽ വൈകിയോ അവർ വിധിയിലേക്ക്, മരണത്തിലേക്ക് അതിവേഗം കുതിക്കുന്നു. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദർ murmuring breath when they pale captives creep to death. ദുഃഖിതരായ ബന്ദികളെപ്പോലെ അവർ മരണത്തിലേക്ക് ഇഴയുമ്പോൾ അവരുടെ മർമ്മരം, അവരുടെ ശ്വാസം അവർ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. ടെയിം എന്ന വാക്കിൻ്റെ അർത്ഥം മെരുക്കുക. പെയിൽ ക്യാപ്റ്റീവ്സ്, ദുഃഖിതരായ ബന്ദികൾ. ക്രീപ് ടു ഡെത്ത്, മരണത്തിലേക്ക് ഇഴയുക. ദ ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ, നിങ്ങളുടെ നെറ്റിയിൽ ചൂടിയിരിക്കുന്ന മാലകൾ വാടിപ്പോകുന്നു. ദെൻ ബോസ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്, നിങ്ങളുടെ മഹാപ്രവൃത്തികളെക്കുറിച്ച് ഇനി ആത്മപ്രശംസയൊന്നും വേണ്ട. അപ്പോൺ ഡസ് പേർപ്പിൾ ഓൾട്ടർ നൗ സീ വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്, മരണത്തിന്റെ കരിഞ്ചുവപ്പായ ബലിപീഠത്തിൽ വിജയിയും പരാജിതനും നിന്ന് രക്തം വാർക്കുന്നത് കാണുക. കടും ചുവപ്പ് നിറത്തിലുള്ള രക്തം വീണ് കരിഞ്ചുവപ്പായ ബലിപീഠത്തിൽ വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും രക്തം ഒരുപോലെ വീഴുന്നത് കാണുക എന്ന് കവി പറയുന്നു. ഔൾട്ടർ, ബലിപീഠം. വിക്ടർ വിക്ടിം, വിജയിയും ഇരയും. യുവർ ഹെർട്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോം, നിങ്ങളുടെ തല തണുത്തുറഞ്ഞ കല്ലറയിലേക്ക് വന്നു ചേർന്നേ പറ്റൂ. ഓൺലി ദി ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദർ ഡസ്റ്റ്, നീതിമാന്മാരുടെ നല്ല പ്രവൃത്തികൾ മാത്രം കുഴിമാടത്തിൽ എന്നും പുഷ്പിച്ചു നിൽക്കുകയും മധുരതരമായ മണം പരത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? ഒരു മനോഹരമായ കഥയാണ് നിങ്ങൾക്കായി ഇന്ന് ഞാൻ തരുന്ന സമ്മാനം. കഥ ഇങ്ങനെയാണ്. ദിസ് സ്റ്റോറി ഈസ് സെറ്റ് ഇൻ ദ early days of English drama. One day, God called a young man named Everyman into the world of death. But Everyman was not at all happy with God's decision, and so he pleaded by saying that he was too young to die. But who can stand against the will of God? He knew that God had already made his decision, and so Everyman put forward a condition. He said that he would happily go to the world of death only on the condition that he could take someone with him. God agreed to his condition. Everyman went and asked his parents, siblings, friends, and even his girlfriend, whom he believed to go with him to the end of the world. But none of them agreed to his wish. They all made some or the other excuse. Everyman was very depressed by everyone's reaction to his wish. He thought that everyone loved him so much that they would fight with each other to go with him. He realized that his impression about all his near and dear was all wrong. At that time, a stranger named Gooddeeds approached the distressed Everyman and agreed to accompany him to the world of death. He was surprised and happy with the stranger's offer. Both of them happily set out for the world of death. Dear students, every man is every man. Every man is a symbol of every human being. Good deeds is good deeds, that is our good actions. Dear children, when death calls, no one will come with us into the world of death. The wealth we have accumulated will end up in the house, and our relatives to the grave. Only our good actions can bring us into the world beyond the grave. ഇംഗ്ലീഷ് നാടകങ്ങളുടെ ആരംഭ കാലഘട്ടത്തിൽ നിന്നും ഉൾക്കൊണ്ട ഒരു കഥയാണിത്. എവരിമാൻ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ ദൈവം മരണത്തിന്റെ ലോകത്തേക്ക് വിളിച്ചു. എന്നാൽ താൻ ചെറുപ്പമാണെന്നും വരുവാൻ ഒട്ടും താല്പര്യമില്ലെന്നും ചെറുപ്പക്കാരൻ അറിയിച്ചു. പക്ഷേ മരണം വന്ന് വിളിക്കുമ്പോൾ ആർക്കാണ് അതിനെതിരെ നിൽക്കാൻ സാധിക്കുന്നത്? ചെറുപ്പക്കാരന് പോയേ പറ്റൂ. പക്ഷേ ഒരു വ്യവസ്ഥ അദ്ദേഹം മുന്നോട്ട് വെച്ചു. മരണത്തിന്റെ ലോകത്തേക്ക് പോകുവാൻ തയ്യാറാണെന്നും പക്ഷേ ആരെയെങ്കിലും കൂടെ കൂട്ടുവാൻ അനുവദിക്കണമെന്നും ആ ചെറുപ്പക്കാരൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അത് അനുവദിച്ചു. ആ ചെറുപ്പക്കാരൻ പോയി തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടും എന്തിന് തൻ്റെ കാമുകിയോടും മരണത്തിൻ്റെ ലോകത്തേക്ക് തൻ്റെ കൂടെ വരുവാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും തന്നോടൊപ്പം വരുമെന്ന് അയാൾ കരുതി. പക്ഷേ മരണത്തിൻ്റെ ലോകത്തേക്ക് എവരിമാനോടൊപ്പം പോകുവാൻ ആരും കൂട്ടാക്കിയില്ല. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പിന്മാറി. നിരാശനായി തളർന്നിരുന്ന എവരിമാൻ്റെ അടുത്തേക്ക് അപരിചിതനായ ഒരാൾ വരികയും അദ്ദേഹത്തോടൊപ്പം മരണത്തിന്റെ ലോകത്തേക്ക് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ പേര് ഗുഡ്ഡീഡ്സ് എന്നാണ്. എവരിമാന് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരും കൂടി മരണത്തിന്റെ ലോകത്തേക്ക് യാത്ര തിരിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, എവരിമാൻ എന്ന് പറയുന്നത് എവരി മാൻ ആണ്. ഓരോ മനുഷ്യന്റെയും പ്രതീകമാണ് എവരിമാൻ. ഗുഡ് ഡീഡ്സ് എന്ന് പറയുന്നത് ഗുഡ് ഡീഡ്സ് ആണ്, അതായത് നല്ല പ്രവൃത്തികൾ. പ്രിയപ്പെട്ട കുട്ടികളെ, മരണം വന്ന് വിളിക്കുമ്പോൾ നമ്മളോടൊപ്പം മരണത്തിന്റെ ലോകത്തേക്ക് ആരും കൂടെ വരില്ല.
നമ്മൾ കൂട്ടിവെച്ച സമ്പത്ത് വീടുകൊണ്ട് അവസാനിക്കും. ബന്ധുമിത്രാദികൾ കുഴിമാടം വരെയും. കുഴിമാടത്തിനപ്പുറത്തുള്ള ലോകത്തേക്ക് നമ്മുടെ കൂടെ വരുവാൻ നമ്മുടെ നല്ല പ്രവൃത്തികൾക്ക് മാത്രമേ കഴിയൂ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. കുഴിമാടത്തിനപ്പുറത്തുള്ള ലോകത്തേക്ക് നമ്മളോടൊപ്പം വരുവാൻ നല്ല പ്രവൃത്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഓൾവേസ് ഡു ഗുഡ്. നല്ല പ്രവൃത്തികൾ എപ്പോഴും ചെയ്യുക. അവ നമ്മളുടെ മരണശേഷവും എക്കാലവും നിലനിൽക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, ഡെത്ത് ദ ലെവലർ എന്ന കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതെല്ലാം പഠിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.